ഹായ് ഫ്രണ്ട്സ്, എജുമീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഡിസൈൻ ഫോർ അക്കൗണ്ടിങ്. ഇത് +1 അക്കൗണ്ടൻസിയിലെ 14ാമത്തെ ചാപ്റ്ററാണ്. തീർച്ചയായും ഇതിൻ്റെ തുടർച്ച തന്നെയാണ് +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഇതിൽ നിന്നും നിരവധി ചോദ്യങ്ങളും പബ്ലിക് എക്സാമിന് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ്. എന്താണ് ഡാറ്റാബേസ് എന്ന് നോക്കാം. ഡാറ്റാബേസ് ഈസ് an organized collection of data that the relevant information can be quickly and easily accessed, managed and updated. എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഡാറ്റകളുടെ ഒരു കളക്ഷനാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി ഡൈനാമിക് ഓഫ് database design, let us understand the data processing cycle in the context of accounting. Major components or steps of data processing. എന്തൊക്കെയാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് നോക്കാം. 1. സോഴ്സ് ഡോക്യുമെൻറ്റ്. 2. ഇൻപുട്ട് ഡാറ്റ. 3. ഡാറ്റാബേസ്. 4. ഡാറ്റ മാനിപ്പുലേഷൻ. 5. ഔട്ട്പുട്ട് ഡാറ്റ. ആദ്യമായി സോഴ്സ് ഡോക്യുമെൻറ്റ്. ഡാറ്റ ലഭിക്കുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ്. ട്രാൻസാക്ഷനുകളിൽ നിന്ന് അക്കൗണ്ടിംഗ് ഡാറ്റ ലഭിക്കുന്നതിന് വേണ്ടി ആദ്യം തയ്യാറാക്കുന്നത് വൗച്ചർ പോലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റുകൾ ആണ്. 2. ഇൻപുട്ട് ഡാറ്റ. നേരത്തെ ലഭിച്ച അക്കൗണ്ടിംഗ് ഡാറ്റ എൻട്രി ഫോമിൻ്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസിലേക്ക് എൻ്റർ ചെയ്യുന്നു. 3. ഡാറ്റാബേസ്. ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്തു വെക്കാനായി ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. ഡാറ്റ മാനിപ്പുലേഷൻ. ഫൈനൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സ്റ്റോർ ചെയ്ത ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഡാറ്റ. ട്രാൻസ്ഫോംഡ് ഡാറ്റകൾ ആക്സസ് ചെയ്യുന്നതിന് നേരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലെഡ്ജർ, ട്രയൽ ബാലൻസ് തുടങ്ങിയവയുടെ ഫോർമാറ്റിലേക്ക് അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ മാറുന്നു. ഡിസൈനിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വളരെ കൃത്യമായ ഒരു ഡാറ്റ സ്ട്രക്ചറിംഗ് സംവിധാനം ആവശ്യമാണ്. ഇതിൻ്റെ പ്രോസസ്സുകളെ പരിചയപ്പെടാം. 1. റിയാലിറ്റി. 2. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡിസൈൻ. 3. റിലേഷണൽ ഡാറ്റ മോഡൽ. 4. നോർമലൈസേഷൻ. 5. റിഫൈൻമെൻറ്റ്. വിശദമായി നോക്കാം. 1. റിയാലിറ്റി. ഡാറ്റാബേസ് രൂപകൽപ്പന ചെയ്യേണ്ട റിയൽ വേൾഡ് സിറ്റുവേഷനുകളുടെ ചില വശങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അക്കൗണ്ടിംഗ് റിയാലിറ്റി അതിൻ്റെ പൂർണ്ണ ഡിസ്ക്രിപ്ഷനോടെ എക്സ്പ്രസ് ചെയ്യണം. അക്കൗണ്ടിംഗ് റിയാലിറ്റിയുടെ ഒരു ഉദാഹരണം നോക്കാം. അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷനുകൾ വൗച്ചറുകൾ ഉപയോഗിച്ച് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട എമൗണ്ടും നരേഷനുകളും ഓരോ വൗച്ചറുകളും സൂചിപ്പിക്കുന്നു. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളായ ബിൽസ്, റെസീപ്റ്റ്സ്, കോണ്ടാക്ട്സ് തുടങ്ങിയവ ഓരോ അക്കൗണ്ടിംഗ് വൗച്ചറിനൊപ്പം ആഡ് ചെയ്യുന്നു. വൗച്ചറുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ പർട്ടിക്കുലർ എംപ്ലോയി ആയിരിക്കും. യുണീക്ക് കോഡുകളുള്ള അക്കൗണ്ടുകൾ ഉണ്ട്. ഓരോ അക്കൗണ്ടും ക്ലാസിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ കീഴിൽ ആയിരിക്കും. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡിസൈൻ. ഇത് ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച റിയാലിറ്റി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പിക്ചോറിയൽ പ്രസൻറ്റേഷനോട് കൂടിയ ഒരു ഫോർമൽ ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും. റിലേഷണൽ ഡാറ്റ മോഡൽ. ഡിസൈനുകൾ ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ ടേബിളുകളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. കൺസിസ്റ്റൻസിയും ഇൻ്റഗ്രിറ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി
ചില നിയന്ത്രണങ്ങൾ കൂടി ഇതോടൊപ്പം ഉണ്ടാവും. നോർമലൈസേഷൻ, ഡാറ്റ റിഡൻഡൻസി അഥവാ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് ഡാറ്റ ഒഴിവാക്കാനുള്ള ഒരു പ്രോസസ്സ് ആണിത്. റിഫൈൻമെൻറ്റ്, നോർമലൈസേഷൻ പ്രോസസ്സിൻ്റെ ഔട്ട്കം ആണ് റിഫൈൻമെൻറ്റ്. ഇതാണ് ഫൈനൽ ഡാറ്റാബേസ് ഡിസൈൻ. അടുത്തതായി ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കൂ. ഒരു ഡാറ്റാബേസ് ഡിസൈനിൻ്റെ പ്രോസസ്സ് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ വിവരിച്ച എല്ലാ പ്രോസസ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, അക്കൗണ്ടിംഗ് ഡാറ്റാബേസ് രൂപകൽപ്പന ചെയ്യേണ്ട റിയാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഈ മോഡൽ ഉപയോഗിക്കുന്നു. ഇത് വളരെ പോപ്പുലർ ആയ ഡാറ്റ മോഡൽ ആണ്. ഡാറ്റാബേസ് ഓറിയൻറ്റഡ് ആപ്ലിക്കേഷനിൽ ഇത് വളരെയേറെ ഉപയോഗിക്കുന്നു. മോഡൽ എലമെൻറ്റുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി എൻറ്റിറ്റി. സ്വതന്ത്രമായ അസ്തിത്വം ഉള്ള എന്തിനേയും എൻറ്റിറ്റി എന്ന് പറയുന്നു. കാറ്, പേഴ്സൺ, ഹോം പോലുള്ള ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒബ്ജക്റ്റുകൾ ആവാം. കമ്പനി, അക്കൗണ്ട്സ്, ജോബ് പോലുള്ള കൺസംഷ്യൽ എക്സിസ്റ്റൻസ് ആവാം. നേരത്തെ സൂചിപ്പിച്ച അക്കൗണ്ടിംഗ് റിയാലിറ്റികളിൽ നിന്ന് നമുക്ക് എൻറ്റിറ്റികൾ കണ്ടെത്താം. 5 എൻറ്റിറ്റികളാണ് ഇവിടെയുള്ളത്. വൗച്ചർ, സപ്പോർട്ട് ഡോക്യുമെൻറ്റ്സ്, എംപ്ലോയി, അക്കൗണ്ട്സ്, അക്കൗണ്ട് ടൈപ്സ് എന്നിവയാണിത്. ആട്രിബ്യൂട്ട്സ്. നേരത്തെ വിവരിച്ച എൻറ്റിറ്റിയുടെ സവിശേഷതകളെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി എൻറ്റിറ്റിയാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സാണ് ഹൈറ്റ്, വെയ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ. അതുപോലെ അക്കൗണ്ട്സ് എന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടുകളാണ് കോഡ്, നെയിം ഓഫ് അക്കൗണ്ട് എന്നിവ. ഈ ഉദാഹരണം നോക്കൂ. എംപ്ലോയി എന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടുകളാണ് എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ജോബ്, എംപ്ലോയി ഡെസിഗ്നേഷൻ തുടങ്ങിയവ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അക്കൗണ്ടിംഗ് റിയാലിറ്റിയുടെ 5 എൻറ്റിറ്റികളും അവയുടെ ആട്രിബ്യൂട്ടുകളുമാണ് ഇവിടെ നൽകിയത്. ചില ആട്രിബ്യൂട്ടുകളെ പരിചയപ്പെടാം. ഒന്ന്, സിമ്പിൾ ഓർ ആറ്റോമിക് ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിന് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം, ഒരാളുടെ ഉയരം. കമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. സിമ്പിൾ ആട്രിബ്യൂട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഇത്. ഇത് ചെറിയ പാർട്ടുകളാക്കാം. ഉദാഹരണം, നെയിം. നെയിമിനെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നിങ്ങനെ തിരിക്കാം. സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഒറ്റ വാല്യൂ മാത്രമുള്ളതാണ് ഇത്. ഉദാഹരണം, ഒരാളുടെ ഏജ്. മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്. ഇതിൽ ഒന്നിലധികം വാല്യൂകൾ ഉണ്ടാവാം. ഉദാഹരണം, വിദ്യാഭ്യാസ യോഗ്യതകൾ. സ്റ്റോർഡ് ആട്രിബ്യൂട്ടും ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് ഏജ് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റോർഡ് ആട്രിബ്യൂട്ടും ഏജ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും ആണ്. അപ്പോൾ സ്റ്റോർഡ് വാല്യൂ സ്റ്റോർഡ് ആട്രിബ്യൂട്ടും അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും ആയിരിക്കും. നൾ വാല്യൂ. നൾ എന്നാൽ അൺനോൺ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിനെ ഒരു വാല്യൂ ആയി കൺസിഡർ ചെയ്യാൻ തന്നെ കഴിയില്ല. കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ്. കമ്പോസിറ്റ് ആട്രിബ്യൂട്ടും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സും ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഇത്. എൻറ്റിറ്റി ടൈപ്സ് ആൻഡ് എൻറ്റിറ്റി സെറ്റ്സ്. എൻറ്റിറ്റികളുടെ കളക്ഷനാണ് എൻറ്റിറ്റി ടൈപ്പ്. ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടുകളുടെ വാല്യൂ ആണ് എൻറ്റിറ്റി ഇൻസ്റ്റൻസ് അഥവാ അക്കൗണ്ട്സ് എന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടുകളായ കോഡ്, നെയിം, ടൈപ്പ് എന്നിവയുടെ വാല്യൂ. എൻറ്റിറ്റി ഇൻസ്റ്റൻസുകളുടെ ഒരു കളക്ഷനാണ് എൻറ്റിറ്റി സെറ്റ്. ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ പ്രൈമറി കീ. ഇതൊരു കീ ആട്രിബ്യൂട്ടാണ്.
ഇത് യുണീക്ക് ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കൂ. എംപ്ലോയി ID, എംപ്ലോയി ഡീറ്റെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രൈമറി കീയായി ഉപയോഗിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമാവാൻ മറ്റൊരു ഉദാഹരണം എടുക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്ലാസ്സിലെ റോൾ നമ്പർ മതിയാവും. ഒരു സ്കൂളിലെ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അഡ്മിഷൻ നമ്പർ വേണ്ടിവരും. അതേസമയം വിവിധ സ്കൂളുകളിലെ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ നമ്പറിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. റിലേഷൻഷിപ്പ്. എൻറ്റിറ്റികളെ കൂട്ടിച്ചേർക്കുന്ന സംവിധാനമാണ് റിലേഷൻഷിപ്പ്. നമുക്ക് എലമെൻറ്റുകളുടെ സിംബൽസുകളെ പരിചയപ്പെടാം. ആദ്യമായി എൻറ്റിറ്റി. ടൈപ്പ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എന്ന രീതിയിലാണ് അതിൻ്റെ സിംബൽ ഉള്ളത്. 2. വീക്ക് എൻറ്റിറ്റി. ടൈപ്പ് ചെയ്യുന്നത് ഡബിൾ ലൈനിനുള്ള ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എന്ന രീതിയിലാണ്. റിലേഷൻഷിപ്പ്. ടൈപ്പ് ചെയ്യുന്നത് ഡയമണ്ട് ഷേപ്പ് ബോക്സ് ആണ്. ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്പ് ഡബിൾ ലൈൻഡ് ഡയമണ്ട് ഷേപ്പ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ആട്രിബ്യൂട്ട്സ്. സ്ട്രെയിറ്റ് ലൈനുകൾ അറ്റാച്ച് ചെയ്ത ഓവൽ ഷേപ്പുകളാണ് ഇത്. കീ ആട്രിബ്യൂട്ട്സ്. സ്ട്രെയിറ്റ് ലൈൻ അറ്റാച്ച് ചെയ്ത ഓവൽ ഷേപ്പുകളിൽ ഒരു ലൈൻ കൂടി വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംബലായി. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. ഡബിൾ ഓവലുകൾ ഇതിനെ സൂചിപ്പിക്കുന്നു. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഡാഷ്ഡ് ലൈൻ ഓവൽ ഉപയോഗിക്കുന്നു.